എല്ലാ കാർട്ടൂൺ പ്രേമികൾക്കും ഹഗോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കേൾക്കുന്നത് മറ്റു പാർട്ടികളിൽ നിന്നൊക്കെ ആൾക്കാരിങ്ങനെ കൂടിവിട്ട് BJP-യിലോട്ട് ചേക്കേറുന്ന ഒരു വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, മറ്റേ ഇടതുപക്ഷ നിരീക്ഷകനായ നമ്മുടെ റജി ലൂക്കോസ് കൂടിവിട്ട് കൂടുമാറി ഇപ്പം മറ്റേ ചന്ദ്രശേഖരനെ കെട്ടിപ്പിടിച്ച് BJP-യുടെ അംഗമായിട്ട് മാറി. ഇപ്പോൾ അടുത്തത് മറ്റേ S. രാജേന്ദ്രനാണ്. ഇടുക്കിയിലെ മുൻ CPM-ൻ്റെ MLA ആയിരുന്ന മറ്റേ S. രാജേന്ദ്രനാണ്. പിന്നെ ഞാൻ ഇവിടെ നോക്കിയത് ഒരു മാസത്തെ എങ്ങാണ്ട് മറ്റേ ഒരു കാലാവധി പറഞ്ഞിരിക്കുക. അത് കഴിയുമ്പോഴത്തേക്ക് ഞാനും ചാടുമെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ 2-4 ദിനം കൊണ്ടൊരുത്തിനെ കണ്ടില്ലെന്ന് വരുത്തുന്നതെന്ന് പറഞ്ഞ കണക്ക് ഒരു പാട്ടിൽ ഇരിക്കുന്നതിന് എത്ര ദിവസം ആ പാട്ടിലുണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത് പ്രത്യേകിച്ച് ഇപ്പോൾ ഇലക്ഷൻ എടുത്തപ്പോഴത്തേക്കും ഈ മറ്റേ അക്കരെ പച്ച തേടി അങ്ങ് അലയുന്ന രാഷ്ട്രീയക്കാരാണ്. ഇവിടുന്ന് അറിയാം അപ്പുറത്തേക്ക് കൂടുതലും BJP-യിലോട്ടാണ് മാറുന്നത്. BJP ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നു, എന്തെങ്കിലും മെച്ചം അവരുടെ കൂടെ നിന്നാലേ കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു ധാരണയുടെ പുറത്താണ് ഈ വെള്ളം ചാടുന്നത്. ഈ വരുന്നവരെ എല്ലാവരെയും 2 കൈ നീട്ടി BJP നേതൃത്വം സ്വീകരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കഴകത്തുള്ള അല്ലെങ്കിൽ ഒരു മറ്റേ കഴിവുള്ള ഒരു നേതാക്കന്മാരും ഇങ്ങനെ പോകുന്നില്ല. എല്ലാം വേസ്റ്റാണ് പോകുന്നത്, തിരികിട വേസ്റ്റുകളാണ് പോകുന്നത്. അത് 2 കൈ ഈ രാജീവ് ചന്ദ്രശേഖരൊക്കെ ഈ മറ്റേ റജി ലൂക്കോസിനെയൊക്കെ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ ഇവരെന്തിനാണ് പാർട്ടി വളർത്തുന്നത്? BJP ഇങ്ങനെ ഈ മറ്റു പാർട്ടികൾക്ക് കൊള്ളാത്ത അവരുടെ വേസ്റ്റ് ബോക്സിലിടുന്ന ഈ മറ്റേ തിരികടകളെ കൊണ്ട് നിറയ്ക്കാനായിട്ടാണോ ഈ BJP പാർട്ടി വളർത്തുന്നത്? പാർട്ടി പിടിക്കാനായിട്ട് മറ്റു പാർട്ടികളിലെ ആളുകളെ നമ്മൾ മറ്റേ സ്വീകരിക്കണം. പക്ഷേ അത് കുറച്ച് കഴകത്തുള്ളവരെ വേണം. അല്ലാണ്ട് ഇങ്ങനെ ഈ വേസ്റ്റായിട്ടുള്ള ആൾക്കാരെയൊക്കെ തിരികെ കയറ്റി ഇങ്ങനെ ആൾ കൂട്ടിയിട്ടോ അല്ലെങ്കിൽ നേതാക്കന്മാരെ കൂട്ടിയിട്ടോ എന്ത് പ്രയോജനം ഉണ്ടാകാൻ? ഇവരെയൊക്കെ കൊണ്ട് എന്ത് പ്രയോജനം? ഈ റജി ലൂക്കോസൊക്കെ കൊണ്ട് ഇവർക്ക് കുറച്ച് വോട്ട് പിടിച്ചു കൊടുക്കാമെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിക്കും? അതുപോലെയാണ് ഈ ഇടുക്കിയിലെ S. രാജേന്ദ്രൻ. പിന്നെ നേരത്തെ പിന്നെ കരുണാകരൻ്റെ പുത്രി മറ്റേ പത്മജ വേണുഗോപാൽ വന്നു. എല്ലായിടത്തെയും ഈ ആർക്കും വേണ്ടാത്ത എടുക്കുക ചരക്കുകളാണ് ഇങ്ങോട്ട് വരുന്നത്. അവരെയൊക്കെ ഭയങ്കര പെരുമ്പറ കൂട്ടി ഇവർ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ലജ്ജാകരമെന്നല്ലാണ്ട് എന്തു പറയാൻ. അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊരു കാർട്ടൂണാണ് നമ്മൾ നിന്നത്. അതായത് CPM-ൽ നിന്ന് ആര് ചെന്നാലും, കോൺഗ്രസിൽ നിന്ന് ചെന്നാലും അതെ, ആര് ചെന്നാലും സ്വീകരിക്കുന്ന ഒരവസ്ഥയിൽ എത്തിയിട്ടുണ്ട് BJP. അവർ ഒരു പ്രത്യേക മാനസികാവസ്ഥ, എല്ലാവരും ഇങ്ങോട്ട് പോരെ ഞങ്ങൾ സ്വീകരിച്ചോളാം എന്നുള്ള അവസ്ഥയാണ്. അപ്പം നമ്മുടെ മുഖ്യമന്ത്രിയുടെ വീട്ടിലെ ക്ലിഫ് ഹൗസിലെ ഒരാൾ BJP-യിലോട്ട് ചേരാനായിട്ട് വന്നിരിക്കുന്നു. അതിൻ്റെ കാര്യം നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒക്കെ നമ്മുടെ K. സുരേന്ദ്രൻ വന്ന് പറയുന്നതാണ് ഈ കാർട്ടൂൺ. നമുക്ക് ഈ കാർട്ടൂണിലോട്ട് കിടക്കാം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും കാർട്ടൂണിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. കാർട്ടൂണിൻ്റെ റഫ് ഇതാണ്. പിന്നെ BJP സംസ്ഥാന പ്രസിഡൻറ്റ് പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ അടുക്കൽ നമ്മുടെ K. സുരേന്ദ്രൻ വന്ന് പറയുകയാണ് ഒരാൾ കാണാൻ വന്നിട്ടുണ്ടെന്ന് പാർട്ടി ചേർക്കാൻ.